ടെക് ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിനെ സ്വന്തം സ്റ്റാർട്ടപ്പായ XAI ഏറ്റെടുത്തതായി ഇലോൺ മസ്ക്. $33 ബില്യൺ എക്സിനെ വിറ്റതായാണ് പ്രഖ്യാപനം. മസ്കിന്റെ നിർമ്മിത ബുദ്ധി സ്റ്റാർട്ടപ്പായ XAIക്ക് $80 ബില്യൺ എക്സിന് $33 ബില്യൺ മൂല്യം കണക്കാക്കിയാണ് ഇടപാട്. 2 വർഷം മുമ്പ് സ്ഥാപിച്ച XAI അതിവേഗം ലോകത്തെ മുൻനിര നിർമ്മിത ബുദ്ധി ലാബുകളിൽ ഒന്നായി മാറിയതായി മസ്ക് അവകാശപ്പെട്ടു. 60 കോടി സജീവ ഉപയോക്താക്കളാണ് എക്സിലുള്ളതെന്നും മസ്ക് എക്സിൽ കുറിച്ചു. $44 ബില്യൺ 2022 ട്വിറ്റർ മസ്ക് വാങ്ങിയത്. പിന്നാലെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ അവതരിപ്പിച്ചു. എക്സ് എന്ന പേര് മാറ്റിയതും ട്വിറ്ററിന്റെ പ്രശസ്തമായ നീലക്കിളിയുടെ ലോഗോയ്ക്കു പകരം എക്സ് എന്ന ലോഗോ അവതരിപ്പിച്ചതുമെല്ലാം ഏറെ ചർച്ചയായിരുന്നു. ഓപ്പൺ എഐയുടെ വിജയത്തിന് പിന്നാലെയാണ് ട്വിറ്റർ എഐയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. ChatGPT, ചൈനയുടെ ഡീപ്സീക്ക് തുടങ്ങിയ AI പ്ലാറ്റ്ഫോമുകൾക്കെതിരെ മത്സരിച്ച് AI രംഗത്തും ആധിപത്യം സ്ഥാപിക്കാനാണ് മസ്കിന്റെ ശ്രമം. ഇതിന്റെ ഭാഗമാകാം ഇപ്പോഴത്തെ കമ്പനി മാറ്റമെന്നാണ് വിലയിരുത്തൽ. ഫെബ്രുവരിയിൽ XAI തങ്ങളുടെ ചാറ്റ്ബോട്ടിന്റെ ഏറ്റവും പുതിയ പതിപ്പായ ഗ്രോക്ക് 3 പുറത്തിറക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലഹരിക്കെതിരെ പുതിയ പോരാട്ടവുമായി തിരുവനന്തപുരം ടെക്നോ പാർക്ക്. ഇവിടെ ജോലി തേടുന്നവർക്കായി സുപ്രധാന മാനദണ്ഡം നിശ്ചയിച്ച IT കമ്പനികൾ. അക്കാദമിക് യോഗ്യതയ്ക്ക് പുറമെ ലഹരി ഉപയോഗിക്കാത്തവരെ മാത്രമാണ് ഇനി ചില കമ്പനികൾ ജോലിക്കെടുക്കുക. കേരളത്തിലെ 250-ലധികം IT കമ്പനികളുടെ സംഘടനയായ ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസിന്റേതാണ് തീരുമാനം. ലഹരി ഉപയോഗിക്കുന്നവർക്ക് തൊഴിൽ നൽകില്ലെന്ന കർശന തീരുമാനം മേഖലയിൽ പുതിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും. ടെക്കികളിലടക്കം ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ലഹരി ഉപയോഗിക്കുന്നവരെ ജോലിക്കായി പരിഗണിക്കേണ്ടെന്ന സംഘടനയുടെ തീരുമാനം. ബോധവൽക്കരണത്തിന്റെ സമയം കഴിഞ്ഞ് നടപടി കൈക്കൊള്ളേണ്ട ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞതായി GTech സെക്രട്ടറി V. ശ്രീകുമാർ പറഞ്ഞു. ഈ കമ്പനികളിലേക്ക് ജോലിക്കായി അപേക്ഷിക്കുമ്പോൾ വൈദ്യപരിശോധന നടത്തി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായി ഹാജരാക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലക്ട്രിക് കാറുകളിൽ നിന്ന് വീട്ടിലേക്ക് വൈദ്യുതി നൽകുന്ന V2G സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ തയ്യാറെടുത്ത KSEB. ഇതിന്റെ ഭാഗമായി സർക്കാർ ഓഫീസുകളിൽ ഉൾപ്പെടെ വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സൗകര്യം വ്യാപകമാക്കും. വെഹിക്കിൾ ടു ഗ്രിഡ് എന്നാണ് പദ്ധതിയുടെ പേര്. പകൽ ഇലക്ട്രിക് കാറിൽ ചാർജ് ചെയ്ത വൈദ്യുതി രാത്രി വീട്ടിൽ ഉപയോഗിക്കാം. ബാക്കിയുള്ള വൈദ്യുതി KSEBയുടെ ഗ്രിഡിലേക്ക് നൽകി പണം സമ്പാദിക്കാനുമാകും. V2G സാങ്കേതികവിദ്യ പ്രാവർത്തികമാക്കുന്നതിന് മുന്നോടിയായി പകൽ സമയം പാർക്കിംഗ് ഗ്രൗണ്ടുകളിലും സർക്കാർ ഓഫീസുകളിലും ഉൾപ്പെടെ ഈ വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സൗകര്യമൊരുക്കും. ഇതിന് താൽപ്പര്യമുള്ള ഏജൻസികളെ എംപാനൽ ചെയ്യും. V2G സാധ്യതകൾ വിലയിരുത്താനായി മുംബൈ IITയെ ചുമതലപ്പെടുത്താൻ ബോർഡ് തീരുമാനിച്ചതായി ചെയർമാൻ ബിജു പ്രഭാകർ പറഞ്ഞു. പകൽ കേരളത്തിൽ സൗരോർജ്ജത്തിൽ നിന്നുൾപ്പെടെ വില കുറഞ്ഞ വൈദ്യുതി യഥേഷ്ടം കിട്ടാനുണ്ട്. പരമാവധി വില $2 വരെ മാത്രമാണ്. പുരപ്പുറ സോളാർ വ്യാപകമായതോടെ പകൽ വൈദ്യുതി മിച്ചമാകുന്നു. എന്നാൽ കേരളത്തിൽ ഈ വാഹനങ്ങൾ പൊതുവെ ചാർജ് ചെയ്യുന്നത് രാത്രിയിലാണ്. വൈദ്യുതി ഉപയോഗവും നിരക്കും കൂടി നിൽക്കുന്ന സമയമാണിത്. പകൽ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ സൗകര്യമില്ലാത്തതുകൊണ്ടാണിത്. ഇതിനായാണ് ഏജൻസികൾ വഴി സൗകര്യമൊരുക്കുന്നത്. വാഹനങ്ങളിൽ നിന്ന് രാത്രി വീട്ടിലേക്ക് എത്ര വൈദ്യുതി ഉപയോഗിക്കാമെന്ന് മൊബൈൽ ആപ്പിൽ ക്രമീകരിക്കാനും കഴിയും. വാഹനത്തിലെ ബാറ്ററി ഇൻവെർട്ടറായും പ്രവർത്തിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI കടന്നുകയറ്റം സമീപഭാവിയിൽ എല്ലാ ജോലികളും ഇല്ലാതാക്കുമെന്ന ടെസ്ല CEO ഇലോൺ മസ്ക്. വരും വർഷങ്ങളിൽ ലോകത്ത് AIയും റോബോട്ടുകളും മാത്രമായിരിക്കും എല്ലാ ജോലികളും ചെയ്യുകയെന്നും പാരീസിൽ നടന്ന വിവാടെക് കോൺഫറൻസിൽ മസ്ക് പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യർക്ക് പകരമാകുമെന്നുയരുന്ന ആശങ്കയുടെ ആഴം കൂട്ടുന്നതാണ് മസ്കിന്റെ പ്രവചനം. ഭാവിയിൽ ലോകത്താർക്കും ഒരു ജോലിയും അവശേഷിക്കില്ല. AIയും റോബോട്ടുകളും മാത്രമായിരിക്കും എല്ലാം ചെയ്യുക. പലരും ജോലി ഒരു ഹോബി എന്ന നിലയിൽ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുമാണ് മസ്കിന്റെ പ്രവചനം. ഇത്തരമൊരു സാഹചര്യത്തിൽ ഉയർന്ന വരുമാനമുള്ള ഒരു സാർവത്രിക സംവിധാനം ആവശ്യമായി വരുമെന്നും അതുവഴി ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ലഭിക്കുമെന്നും അദ്ദേഹം പറയുന്നു. കമ്പ്യൂട്ടറിനും റോബോട്ടുകൾക്കും നിങ്ങളെക്കാൾ നന്നായി എല്ലാം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടോ എന്നും മസ്ക് ചോദിക്കുന്നു. എന്നാൽ മസ്കിന്റെ കാഴ്ചപ്പാടിനോട് വിയോജിക്കുന്നവരായിരുന്നു സാങ്കേതിക മേഖലയിലെ വിദഗ്ധരിൽ ഏറിയ പങ്കും. ഭയപ്പെട്ടിരുന്നതിനേക്കാൾ വളരെ സാവധാനത്തിലാണ് ജോലിസ്ഥലങ്ങൾ AIയെ സ്വീകരിക്കുന്നതെന്ന് MITയുടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബിലെ ഗവേഷകർ പറഞ്ഞു. AI ഏറ്റെടുക്കുമെന്ന് കരുതിയ പല ജോലികളും കമ്പനികൾക്ക് സാമ്പത്തികമായി ഗുണകരമല്ലെന്ന് കണ്ടെത്തി. കൂടാതെ തെറാപ്പിസ്റ്റുകൾ, കലാകാരന്മാർ, അധ്യാപകർ തുടങ്ങിയ മനുഷ്യബന്ധം ആവശ്യമുള്ള ജോലികൾ AI ഏറ്റെടുക്കുവാനുള്ള സാധ്യത വളരെ കുറവാണെന്നും വിദഗ്ധർ നിരീക്ഷിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മാരുതി സുസുക്കിയുടെ ആദ്യ ഇലക്ട്രിക് കാറായ വിറ്റാര ഉടൻ വിപണിയിലേക്ക്. ജൂൺ മാസത്തിനകം വിപണിയിൽ എത്തുമെന്നാണ് സൂചന.
ജനുവരിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി ഷോയിലാണ് മാരുതിയുടെ ഇലക്ട്രിക് SUV അരങ്ങേറ്റം കുറിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളിൽ നിന്നുള്ള ആദ്യത്തെ ഇലക്ട്രിക് വാഹനം വാങ്ങാൻ കാത്തിരിക്കുന്നവർ അനവധിയാണ്. ഈ വിറ്റാരയുടെ ഔദ്യോഗിക ലോഞ്ച് തീയതി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും 2025 ആദ്യ പാദത്തിൽ ഷോറൂമുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്, ടാറ്റ കർവ് EV, മഹീന്ദ്ര BE6, MG ZS EV തുടങ്ങിയ SUVകളിൽ നിന്ന് ഈ വിറ്റാര കടുത്ത വെല്ലുവിളി നേരിടും. 6 മോണോടോണും 4 ഡ്യുവൽ ടോണും ഉൾപ്പെടെ 10 കളർ ഓപ്ഷനുകളിൽ ഇലക്ട്രിക് വിറ്റാര വരുമെന്ന് കമ്പനി സ്ഥിരീകരിച്ചു. 49 kWh, 61 kWh ബാറ്ററി പാക്കുകളുമുണ്ട്. ചെറിയ ബാറ്ററി 143 bhp പവറും വലിയ ബാറ്ററി പാക്ക് 173 bhp പവറും നൽകുന്നു. 10.1 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് ടച്ച് സ്ക്രീൻ, 10.25 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും, മൾട്ടി കളർ ഇന്റീരിയർ ആംബിയന്റ് ലൈറ്റിംഗ്, 10 വിധത്തിൽ പവർ ക്രമീകരിക്കാവുന്ന ഡ്രൈവർ സീറ്റ് തുടങ്ങിയവയാണ് വാഹനത്തിന്റെ ചില സവിശേഷതകൾ. എതിരാളികളെക്കാൾ ഉയർന്ന വിലയാണ് ഇലക്ട്രിക് വിറ്റാരയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. ചെറിയ ബാറ്ററി പാക്കുള്ള എൻട്രി ലെവൽ വേരിയന്റിന് ഏകദേശം 20 ലക്ഷം രൂപ വില വരുമെന്നാണ് പ്രതീക്ഷ. അതേസമയം വലിയ ബാറ്ററിയുള്ള മോഡലിന് 30 ലക്ഷം രൂപ വരെയും ഷോറൂം വില പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.